ഇന്ന് എൻ്റെ കൂടെ തത്സമയം സംപ്രേഷണത്തിൽ ഞങ്ങളുടെ അതിഥിയായിട്ട് ഒരു കുഞ്ഞതിഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. അൻവിയ ലതീഷ്. സിദ്ധരൂപോച്ചാരണത്തിൽ UP വിഭാഗത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥിയാണ്. അൻവിയയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ ഈ ഒരു തത്സമയ സംപ്രേഷണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് മിസ്റ്റർ മേഡ്, അമോദ ലിക്വിഡ് ഡിറ്റർജന്റ്, ഇമാനുവൽ സിൽസ്, ലസാറോ ഏവിയേഷൻ, കടമ്പൂർ HSS, അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, GTech, റെട്രോ ഏവിയേഷൻ തുടങ്ങിയ ടീംസാണ് ഞങ്ങളുടെ ഈ ഒരു തത്സമയ സംപ്രേഷണം ഈ ഒരു 5 ദിവസവും ഞങ്ങളുടെ തത്സമയ സംപ്രേഷണം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ ഒരു കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളൊരു അവസരം തന്നിരുന്നു. നിങ്ങൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ ക്യാമറയിൽ പകർത്തി 1 മിനിറ്റിൽ കവിയാതെ ഞങ്ങളുടെ ഈ ഒരു നമ്പറിലേക്ക് 88 48 08 099 എന്നീയൊരു നമ്പറിലേക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ആകർഷകമായിട്ടുള്ള ഒരു സമ്മാനം ഞങ്ങൾ തരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കലോത്സവം നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ലോങ്ങിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും, അവരുടെ കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും, ഇല്ലേ കസിൻസ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും, അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന ഒരു വിഷമം ഞങ്ങൾ അങ്ങ് പാടെ മാറ്റിയിരിക്കുകയാണ്. കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിരൽ തുമ്പിൽ ഞങ്ങളുടെ ഈ ഒരു കലോത്സവ തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ അൻവിയ ലതീഷിലേക്ക് പോവുകയാണ്. അൻവിയ, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോൾ മിടുക്കിയായിട്ട് സിദ്ധരൂപോച്ചാരണത്തിൽ UP വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടാണ് ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു സീറ്റിലേക്ക് വന്നിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഇതിനു മുൻപും മറ്റു മത്സരങ്ങളിലും ഫസ്റ്റ് A ഗ്രേഡ് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ല അൻവിയ? എന്ത് തോന്നുന്നു ഇപ്പോ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആദ്യം എന്തിനായിരുന്നു, ഏത് മത്സരത്തിനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? സംശയപൂരകം. ഓക്കെ. അപ്പോ എന്താണ് ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മത്സരത്തിന്റെ നമ്മുടെ സിദ്ധരൂപോച്ചാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറല്ലേ? ഓക്കെ. അപ്പോ അതെന്താണെന്ന് പല പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അല്ലേ? അപ്പോ നമ്മുടെ അൻവിയ ലതീഷ് നിങ്ങളിലേക്ക് കൂടി അത് എത്തിക്കുകയാണ്. തുടങ്ങാം. ഓക്കെ. അകാരന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ ഏകവചനം ദ്വിവചനം ബഹുവചനം ഇതി ക്രമേണ പ്രഥമാ വിഭക്തിഃ ബാലഃ ബാലൗ ബാലാഃ സംബോധന പ്രഥമ ഹേ ബാല ഹേ ബാലൗ ഹേ ബാലാഃ ദ്വിതീയ ബാലം ബാലൗ ബാലാൻ തൃതീയ ബാലേന ബാലാഭ്യാം ബാലൈഃ ചതുർത്ഥി ബാലായ ബാലാഭ്യാം ബാലേഭ്യഃ പഞ്ചമി ബാലാത് ബാലാഭ്യാം ബാലേഭ്യഃ ഷഷ്ഠി ബാലസ്യ ബാലയോഃ ബാലാനാം സപ്തമി ബാലേ ബാലയോഃ ബാലേഷു. അടിപൊളി, സൂപ്പർ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് സിദ്ധരൂപോച്ചാരണത്തിന്റെ? നമ്മൾ മലയാളത്തില് ബാലനോട് അങ്ങനത്തെ രൂപങ്ങള്, സംസ്കൃതത്തില് ജഡ്ജസിന് മൈക്ക് അടുത്ത് പിടിച്ചോ. അങ്ങനത്തെ രൂപങ്ങള് ജഡ്ജസിന് ചൊല്ലിക്കൊടുക്കുന്നതാണ് മത്സരം. അപ്പോ ഇതേപോലത്തെ കുറെ വിഭക്തികളെല്ലാം ഉണ്ട്. അപ്പോ നമ്മൾ നറുക്കിട്ടിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഏതാണോ അത് ജഡ്ജസിന് ചൊല്ലിക്കൊടുക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ചൊല്ലിക്കൊടുത്ത് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നല്ല ഈ ഒരു മത്സരത്തിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടി? 15 കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ? വേറെന്താണ് മോക്ക് ഈ സിദ്ധരൂപോച്ചാരണത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം? സംസ്കൃതം എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ HMS സജീവൻ സാറാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ഇഷ്ടം തോന്നി. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് തോന്നി അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള ഒരു കലയാണ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരമാണ്. എന്തായാലും നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ആദ്യമായിട്ടാണോ ഈ സിദ്ധരൂപോച്ചാരണത്തിൽ പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണോ മത്സരത്തിൽ?
കഴിഞ്ഞ തവണ പങ്കെടുത്തിരുന്നു. അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നോ? തേർഡ് എ ഗ്രേഡ്. തേർഡ് എ ഗ്രേഡിൽ നിന്നാണ് ഇന്ന് ഫസ്റ്റ് എ ഗ്രേഡിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അല്ലെ, നമ്മൾ ആ പഠിക്കുന്നതിന്റെ ആ ഒരു ഗുണമാണ് ഇന്ന് ഫസ്റ്റ് എ ഗ്രേഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് അല്ലേ? ഓക്കെ, വേറെന്താണ് മോക്ക് ഉള്ള കഴിവ്? എന്താണ്? പാട്ട് പാടുവോ? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പ്രത്യേകിച്ച് കഴിവില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് അല്ലാണ്ട് എന്താണ് കഴിവ്? ഡാൻസ് കളിക്കോ? കുറച്ചൊക്കെ ഡാൻസ് കുറച്ച്. ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഡാൻസ് ഐറ്റം ഏതെങ്കിലും പങ്കെടുത്തോ? ഇല്ല, എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയില്ല. അങ്ങനെ കളിക്കാൻ അറിയില്ല. നിർബന്ധിച്ചാ കളിക്കുന്ന? ഓക്കെ, വേറെ ഏതാ മത്സരത്തിൽ വേറെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? പാട്ട് ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. പാട്ട് പാടാൻ അറിയോ? സത്യം പറയണം. ആ ഫേസ് കണ്ടിട്ട് എനിക്ക് അറിയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാനങ്ങനെ പാട്ട് ഡാൻസ് ഒന്നും ഇഷ്ടമാണോ? പാട്ട് പാടാൻ വേണ്ടിട്ട് ഇഷ്ടമാണോ? ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടില്ല. ഇതുവരെ ആ മേഖലയിലേക്ക് പോയിട്ടില്ല. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, സിസ്റ്റർ. അച്ഛൻ, അമ്മ, സിസ്റ്റർ. ഓക്കെ, അച്ഛനമ്മ സിസ്റ്ററും കൂടി ഉണ്ട്. അച്ഛനാണോ അമ്മയാണോ കൂടുതലായിട്ട് നമ്മുടെ കലോത്സവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത്? ആരാ? രണ്ടാളും സപ്പോർട്ട് ചെയ്തിന്. അമ്മയാണ് കുറച്ചും കൂടി നമ്മളെ, അമ്മയാണ് എപ്പോഴും അടുത്തുണ്ടാവും അല്ലെ? അമ്മയാണ് കുറച്ചും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഗുരുദേവ സ്മാരകൻ UP ചെണ്ടയാട്. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഒരു ചെറിയ ഒരു സ്റ്റേജിൽ എനിക്കിരിക്കുമ്പോ ടെൻഷൻ ഇല്ല, ഇവിടെ ഇരിക്കുമ്പോ എന്തോ ഒരു ടെൻഷൻ അല്ലേ? ഓക്കെ, ഗുരുദേവ സ്മാരകം UP. അവിടെ ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ട്. ഇത് പഠിപ്പിച്ചു തന്നത് ആരായിരുന്നു? സജീവൻ സാറിനും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവല്ലോ. മാഷ് നമ്മളെ ഇപ്പൊ HM ആണ്. ആദ്യം സംസ്കൃതത്തിന്റെ മാഷായിരുന്നു. അപ്പോ കലോത്സവത്തിന് സംസ്കൃതത്തിന്റെ അയച്ചുള്ള മാഷ നമുക്ക് പഠിപ്പിച്ചു തരല്ലോ അല്ലേ? സംസ്കൃതത്തിന്റെ മാഷായിരുന്നു. HM ആയിട്ടും നമ്മൾ സംസ്കൃതത്തിന് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും മാഷ് പറഞ്ഞു തരും അല്ലെ? ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാനും ബൂസ്റ്റ് ചെയ്തത് മാഷ് തന്നെ ആയിരിക്കും സ്കൂളിൽ നിന്ന്. വേറെ ആരാ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്ന്? അനഘ ടീച്ചർ. അനഘ ടീച്ചർ ഏത് സബ്ജക്ട് എടുക്കുന്നത്? സംസ്കൃതം തന്നെയാ. ഓക്കെ, അനഘ ടീച്ചർ നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ്. അനഘ ടീച്ചർ പറഞ്ഞില്ലേ ഇത് വേറെ മത്സരത്തിലൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ ഇനി അനഘ ടീച്ചറോട് പറയണം എനിക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ അധ്യാപകരെ വെച്ചിട്ട് പാട്ട് പഠിക്കാം. ഉണ്ടോ? അധ്യാപകരുണ്ടോ പാട്ട് പഠിപ്പിക്കാൻ? ഉണ്ട്. അപ്പൊ പിന്നെ നന്നായിട്ട് പാട്ട് പഠിക്കണം. അടുത്ത കലോത്സവത്തിൽ നമ്മളിപ്പോ UP ആയിട്ടേ ഉള്ളൂ. അടുത്തത് ഇനി ഹൈസ്കൂളിലേക്ക് കയറുമ്പോൾ സംസ്ഥാനത്തിലേക്കൊക്കെ പോകണം. അതുകൊണ്ട് കൂടുതൽ മത്സരങ്ങളിലേക്കൊക്കെ പങ്കെടുക്കുക. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. മോള് ഇപ്പോ പഠിച്ച് വരുന്നതേ ഉള്ളൂ അല്ലെ? ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ജീവിതം ഉണ്ട് ഇങ്ങനെ ബാക്കി കിടക്കുന്നു. അപ്പോൾ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക. അതുപോലെ തന്നെ എല്ലാ മത്സരത്തിന്റെ ഭാഗമാവുന്നതോടൊപ്പം തന്നെ പഠിത്തവും അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, ഇനിയിപ്പം പഠിത്തത്തിന് വേണ്ടി കല ഉപേക്ഷിക്കരുത്, കലയ്ക്ക് വേണ്ടി പഠിത്തം ഉപേക്ഷിക്കരുത്. ഓക്കെ, പ്രോമിസ് അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ കല എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുക, പഠിത്തവും ഒരുപോലെ തന്നെ കൊണ്ടുപോവുക. എന്താകണമെന്നാണ് ആഗ്രഹം? അംബിഷൻ? CEO. ആദ്യമായിട്ടാണ് ഞാൻ എന്താകണമെന്ന ആഗ്രഹം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖല CEO. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം? ബിസിനസ് ഫീൽഡ് ഭയങ്കര ഇഷ്ടം. ബിസിനസ് ഫീൽഡ്. എന്ത് ബിസിനസ് ചെയ്യണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഫേമസ് ആയിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് വ്യൂമൺ ആവണം എന്നാണ് ആഗ്രഹം അല്ലെ? ഇനി മാറുമോ? കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ മാറുമോ? അറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോ ഞങ്ങള് കണ്ണൂർ വിഷന്റെ വകയായിട്ട് എന്തായിരുന്നു അൻവ്യ ലതീഷിന് ഒരു സമ്മാനം തരട്ടെ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ്. ഇനിയും ഭാവിയിൽ ഒരുപാട് സമ്മാനങ്ങൾ അൻവ്യക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു ഗിഫ്റ്റ് മേടിക്കുക. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കില്ലേ? ഓക്കെ, ഇതൊരു തുടക്കമാണ്. കഴിഞ്ഞ തവണ നമുക്ക് 3rd ആണ് കിട്ടിയത് ഈ ഒരു സിദ്ധരൂപോച്ചാരണത്തില്. ഇന്ന് നമ്മളത് ഫസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് മുമ്പോട്ട് പോകുന്തോറും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ മത്സരത്തിലും വിജയിക്കണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ മത്സരത്തിലേക്ക് പങ്കെടുക്കുക. ഇനി വിജയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, മത്സരത്തിൽ പങ്കെടുക്കുക, അതാണ് വലിയ കാര്യം. ഓക്കെ, വൺസ് അഗൈൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്.